വഖഫ് നിയമ ഭേദഗതി മുനമ്പം പ്രശ്നം പരിഹരിക്കില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി 24-നോട് പറഞ്ഞു. നിയമ ഭേദഗതിയിൽ കേന്ദ്രത്തെ ക്രൈസ്തവ സഭകൾ അനുകൂലിച്ചത് ശരിയായ നടപടിയല്ല. വിചാരധാരയിൽ കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രൈസ്തവരും RSSന്റെ ശത്രുക്കളാണ്. RSSന്റെ പദ്ധതി നന്നായി മനസ്സിലാക്കിയിട്ടാണോ ക്രൈസ്തവ സഭകളുടെ കേന്ദ്രാനുകൂല നിലപാടെന്നും MA ബേബി ചോദിച്ചു. സ്റ്റാൻ സ്വാമിയെ ഒരു ജുഡീഷ്യൽ മർഡറിന് വിധേയമാക്കിയ സംവിധാനമാണ് ശ്രീ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷം 700-ലധികം ആക്രമണങ്ങളാണ് ക്രിസ്തുമത വിഭാഗങ്ങൾക്കെതിരായിട്ട്, അവരുടെ ആരാധനാലയങ്ങൾക്കെതിരായി ഒക്കെ നടന്നത്. ഇതൊന്നും കേരളത്തിലെ സഭാ നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ലെന്നുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് സമീപനം ഒരു സമയത്ത് ഒരു പ്രത്യേക ന്യൂനപക്ഷ മതവിഭാഗത്തിനെതിരായി ആക്രമണം നടത്തുക, മറ്റൊരു സമയത്ത് വേറൊരു ന്യൂനപക്ഷ മതവിഭാഗത്തിനെതിരായിട്ട് ആക്രമണം നടത്തുക. ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന കാര്യം നമുക്ക് മറക്കാൻ പറ്റുമോ? ഇതൊന്നും അറിയാത്തവരെ പോലെ സഭാ നേതാക്കന്മാർ, അവരൊന്നും അറിയാത്തതാണെന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. വഖഫ് നിയമത്തിന് അനുകൂലമായ ഒരു സമീപനം കത്തോലിക്ക സഭയോ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളോ എടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തങ്ങൾക്കൊരു പരിഗണന കിട്ടും, അല്ലെങ്കിൽ മുനമ്പം പ്രശ്നത്തിന് ഉടനടി പരിഹാരമുണ്ടാവും എന്ന തരത്തിൽ സഭാ നേതാക്കന്മാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് വിനയപൂർവ്വം അവരോട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രായപരിധി കഴിഞ്ഞവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പാർട്ടിയെ സഹായിക്കാൻ അവർ എപ്പോഴും ഉണ്ടാകും. ആവശ്യമായ ഉപദേശം നൽകാൻ പ്രകാശ് കാരാട്ട് ഡൽഹിയിലുണ്ടാകുമെന്നും MA ബേബി 24-നോട് പറഞ്ഞു. പ്രധാനപ്പെട്ട ചുമതലകൾ ഒഴിയുന്ന 75 വയസ്സിലധികമുള്ളവർ അവർ പാർട്ടി പ്രവർത്തന രംഗത്തൊന്നും ഒഴിയുന്നില്ല, അവരപ്രത്യക്ഷരാകുന്നില്ല. ഇപ്പോൾ 3 തവണ ജനറൽ സെക്രട്ടറിയായ സഖാവ് പ്രകാശ് കാരാട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് അഖിലേന്ത്യാ പാർട്ടി നേതൃത്വത്തിന് എന്തെല്ലാം കാര്യങ്ങളിൽ ഉപദേശമോ സഹായമോ ആവശ്യമുണ്ടോ അതെല്ലാം നൽകാൻ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാകും. സഖാവ് ബൃന്ദ കാരാട്ട്, ഇവരെല്ലാം പാർട്ടിയുടെ സ്പെഷ്യൽ ഇൻവൈറ്റീസ്, പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ അവർ സഹായിക്കും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഒരു വിശാല മതേതര സഖ്യം ദേശീയ തലത്തിൽ ഉണ്ടാക്കുക, പാർട്ടിയെ ശക്തിപ്പെടുത്തുക, കേരളത്തിൽ 3-ാം വട്ടം ഭരണത്തിലേക്ക് ഏത് തരത്തിൽ എത്താൻ കഴിയും എന്നതിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുക, അങ്ങനെ വിവിധ വിഷയങ്ങൾ, മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ വിശദമായൊരു പ്രതികരണമായിരുന്നു MA ബേബിയുടേത്. തീർച്ചയായും അനുജ, ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വിശദമായ പ്രതികരണമാണ് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തി CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയത്. അതിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് നിയമ ഭേദഗതി അത് മുനമ്പത്തിലെ പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്നാണ് MA ബേബി വിശദീകരിക്കുന്നത്. ഈ വിഷയം പ്രധാനമായും ഒരു മതവിഭാഗത്തെ സംബന്ധിച്ചുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അതിനൊരു പരിഹാരം കാണേണ്ടതാണ് എങ്കിൽ അത് ആ മതവിഭാഗവുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് വേണ്ടത്. എന്നാൽ ഈ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ അത്തരത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ ഈ വഖഫ് നിയമത്തെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ മത മേധാവികൾ അവർ മണിപ്പൂരിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ രാജ്യത്ത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ബൈബിൾ കൈവശം വെച്ചതിന് പോലും കേസെടുക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഓർക്കേണ്ടതുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ആലോചിച്ച ശേഷം ഒരു നിലപാടെടുക്കലാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഈ വിഷയത്തിലുള്ള നിലപാടിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല, മാറ്റവുമില്ല. അതേസമയം ഈ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ പുരോഹിതർ അവർ വാസ്തവം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് MA ബേബി പറയുന്നത്. ഒപ്പം തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിലെ പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോയിലെ വലിയൊരു നിര നേതാക്കൾ, 6 നേതാക്കൾ പ്രായപരിധി മാനദണ്ഡം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് പദവി ഒഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവർ അതുകൊണ്ട് പാർട്ടിയിൽ നിന്നും പ്രവർത്തനം അവസാനിക്കുന്നില്ല, മറിച്ച് പാർട്ടിയെ സഹായിക്കാൻ അവർ ഏത് സമയവും ഉണ്ടാകും. പാർട്ടിക്കൊപ്പം തന്നെ ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായവുമായി അവർ ഉണ്ടാകും. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഡൽഹിയിൽ ഇരുന്ന് തന്നെ പാർട്ടി നേതൃത്വത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകും. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഒപ്പം സ്ഥാനം ഒഴിഞ്ഞ മറ്റ് നേതാക്കളും ആവശ്യമായ ഘട്ടങ്ങളിൽ പ്രത്യേക അതിഥികളായി, ക്ഷണിതാക്കളായി അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ പാർട്ടിയെ സഹായിക്കാൻ ഉണ്ടാകുമെന്നുമാണ് ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയത്. ശരി, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ 24-നോട് പ്രതികരിക്കുകയായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബി.